വെൽക്കം ബാക്ക് ടു പ്രൈം ഡയറക്ഷൻ. പസിൽസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലീനിയർ അറേഞ്ച്മെൻറ്റിലെ അൺസർട്ടൈൻ നമ്പർ ഓഫ് പീപ്പിൾസ് ഉള്ളതാണ്. അൺസർട്ടൈൻ നമ്പർ എന്താണ്, ചിലപ്പോൾ സർക്കുലർ അറേഞ്ച്മെൻറ്റിലും വരും, പക്ഷേ അതെന്താണ് കുറച്ചുകൂടി ഹൈ ലെവലായിട്ടുള്ളതാണ്, മെയിൻസ് ലെവലായിട്ടുള്ളതാണ്. അതെന്തായാലും നമ്മളെന്താണ് വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ നോക്കുന്നത് എന്താണ്, ലീനിയർ അറേഞ്ച്മെൻറ്റിലെ അൺസർട്ടൈൻ നമ്പർ എന്നുള്ളതാണ്. RRB ക്ലർക്കിൻ്റെ പ്രിലിംസിൽ എന്തായാലും ചോദിക്കുന്ന ഒരു ടൈപ്പാണ്. എന്തായാലും 100% ഉറപ്പുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുന്നത് നോക്കാം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ ലീനിയർ അറേഞ്ച്മെൻറ്റ്, സർക്കുലർ അറേഞ്ച്മെൻറ്റ് നോക്കിയിട്ടുണ്ട്. ഏതിൽ? യൂണി ഡയറക്ഷനിലായിട്ടുള്ളത്. ഈ അൺസർട്ടൈൻ നമ്പറിൽ നമ്മൾ എന്താണ് യൂണി ഡയറക്ഷനിലാണ് അധികം നോക്കുന്നത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഏതാണ്? സെർട്ടൈൻ പീപ്പിൾ ആർ സിറ്റിംഗ് ഇൻ എ റോ ഫേസിങ് നോർത്ത്. സെർട്ടൈൻ നമ്പർ എന്നാ, അതിൽ എത്രയാണ് നമുക്ക് പറയാൻ പറ്റുമോ? ചിലപ്പോൾ 8 ആവാം, 6 ആവാം, അല്ലെങ്കിൽ 10 ആവാം, ചിലപ്പോൾ അതിൽ കൂടുതലാവാം. എത്രയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, കുറച്ച് ആൾക്കാർ നോർത്തിൽ ഫേസ് ചെയ്യുന്നുണ്ട്. സിറ്റിങ് എന്താണ്, ബാക്കിയുള്ളതൊക്കെ എന്താണ് നമുക്ക് എന്താണ് അടയാളപ്പെടുത്തി പോയിക്കോളാം. എന്താണ് ഹിൻഡ് ചെയ്തേണ്ട ഹിൻഡ് ആയിക്കോളുക, അല്ലാണ്ടാണെങ്കിൽ ഡയറക്റ്റ് അടയാളപ്പെടുത്തുന്നിട്ടാണെങ്കിൽ അങ്ങനെ അടയാളപ്പെടുത്തി പോയിക്കോളുക. അപ്പോൾ എന്താണ്, ഫസ്റ്റിലത്തെ A is sitting third place from the right end. റൈറ്റ് എൻഡിൽ നിന്ന് തേർഡ് നിന്ന്. അപ്പോൾ എന്താണ് ഹിൻഡ് ആയിട്ട് എഴുതേണ്ട ആവശ്യമുണ്ടോ? നമ്മളെന്താണ് ഒരു ലീനിയർ അറേഞ്ച്മെൻ്റ് ആണല്ലോ. അപ്പോൾ അതാണ് തേർഡ് എൻഡിൽ നിന്ന്, അല്ല റൈറ്റിൽ നിന്ന് തേർഡ് ആയിട്ടുള്ള ഏതാണ്? A എന്നങ്ങ് പറഞ്ഞ്. റൈറ്റിൽ നിന്ന് തേർഡ് ഏതാണ്? ഇവിടെയല്ലേ. അപ്പോൾ A ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, ദർ ഈസ് 2 people between A and C എന്നാണ്. 2 people between A and C എങ്ങനെ വരിക? 1, 2, C ഇവിടെ വരും. ഇനി ആൻഡ് ദർ ഈസ് 1 person between C and D എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 person between C and D. അപ്പോൾ എവിടെ വരിക? വേണമെങ്കിൽ ഒന്നുകിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം. അപ്പോൾ എന്താണ് 1 person between C and D എന്നുള്ളത് നമുക്ക് എന്താണ് ഡയറക്റ്റ് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താണ് അത് അവിടെ അളയപ്പെടുത്തുക. C1D എന്നുള്ളത് ഹിൻഡായിട്ട് എഴുതി വെക്കുക. ഇനി എന്താണ്, ഈ സിറ്റിംഗ് ടു ദ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് D. ഇതും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് D എവിടെയാണ് എഴുതാൻ പറ്റും. എങ്ങനെയാണ്? ദ 1 person between C and D. സപ്പോസ് ഇവിടെയാണ് ഞാൻ ഡീനെ അടയാളപ്പെടുത്തി വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ എന്താണ് ഇവിടെ വരും. അപ്പോൾ എന്താണ് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഡീനെ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുള്ളൂ? ഡീനെ എവിടെയല്ലേ വെക്കാൻ പറ്റുള്ളൂ? D1 gap D എന്താണ് ഈ സിറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് D എവിടെ വരിക? ഈ ഇവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടം വരെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് H is to the 5th to the right of C. എന്താണ് Cൻ്റെ 5th to the right ആണ് H. എങ്ങനെയാണ്? ഫസ്റ്റ് റൈറ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, 5. അപ്പോൾ H എന്താണ് ഇവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് A is exactly sitting between B and F. ഇപ്പോൾ ബിൻ്റെയും എഫിൻ്റെയും ഇടയിലാണ് A എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ B ആണ് എവിടെയാണ്, F എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ബിൻ്റെയും എഫിൻ്റെയും ഇടയിലാണ് A എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് പറയുന്നത്, ബിറ്റ്വീൻ B and F ഈസ് ടു ദ റൈറ്റ് ഓഫ് A എന്നാണ് പറയുന്നത്. F Aൻ്റെ റൈറ്റിലാണ്. അപ്പോൾ നോക്ക്, ഇവിടെ മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ. ബിയോ F ഏതെങ്കിലും ഒന്ന് അവിടെ മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ F എന്താണെന്ന് പറഞ്ഞാൽ, അതുമാത്രമല്ല F എന്താണെന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഫ് Aയിലോ. അങ്ങനെയാണെങ്കിൽ F എവിടേക്കും വരിക? F ഇവിടെ വരും. അങ്ങനെയാണെങ്കിൽ B എവിടേക്കും വരിക? B ഇവിടെ വരും. റെഡിയല്ലേ? അപ്പോൾ അതുവരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തെന്താണ്, G is to the second to the left of J എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ്? G second to the left of J ആൻഡ് J who is to the second to the left of I എന്നാണ് പറയുന്നത്. J second to the left of, ഇവിടെ സെക്കൻഡ് എന്നുള്ളത് ഒറ്റൊരു ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ. സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് I ഈസ് എൻ ഇമീഡിയറ്റ് നൈബർ ഓഫ് B എന്നാണ് പറയുന്നത്. I Bൻ്റെ നൈബറാണ്. അപ്പോൾ ഇതെന്തായി? ഇതിലേക്ക് അടയാളപ്പെടുത്തുക. I ഇവിടെ ഉണ്ട്. ഇപ്പോൾ J എവിടെ വരും? J ഇതാ ഇവിടെ വരും. പിന്നെ ഏതാണ്? G അല്ലേ? G ഇതാ അവിടെ വരും. റെഡിയായി. അപ്പോൾ വേറെ ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും അറേഞ്ച്മെൻറ്റ് കിട്ടിയ ഇത്രയാണ്. അപ്പോൾ എത്ര പേഴ്സൺസ് ഉണ്ടെന്നായിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരിക. ടോട്ടൽ ഹൗ മെനി പേഴ്സൺ ആർ ദർ ഇൻ ദ റോ എന്ന് ചോദിക്കുമ്പോൾ എത്രയായിരിക്കും? നമുക്ക് എണ്ണി നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന് വരും. അപ്പോൾ എന്താണ് ഇതേ മോഡൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 5 ക്വസ്റ്റ്യൻസിന് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മളെന്താണ് പസിൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നോക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞാൽ ടൈം നമുക്ക് വെറുതെ പോകേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് എന്തായാലും പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് പസിൽ നമ്മൾ ചെയ്ത് കഴിച്ചിട്ട് അൺസർട്ടൈൻ നമ്പർ എന്നുള്ള ഈ ടൈപ്പ് അല്ല നമുക്ക് RRB ക്ലർക്കിൻ്റെ പ്രിലിംസിൽ വരിക. ഇതിനേക്കാൾ കുറച്ചുകൂടി ഹയർ ലെവലാണ്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടൈപ്പ് പസിലാണല്ലോ. അപ്പോൾ അടുത്ത പസിൽ നോക്കുകയാണെങ്കിൽ
രണ്ടാമത്തെ പസിലാണ്. ഇതിൽ എന്താണ് സെർട്ടൈൻ പീപ്പിൾ ആർ സിറ്റിംഗ് ഇൻ എ റോ ഫേസിങ് നോർത്ത് 7 പേഴ്സൺ ആർ ബിറ്റ്വീൻ എ ആൻഡ് ബി. എങ്ങനെ അടയാളപ്പെടുത്തുക? A7B ആണെങ്കിൽ ബി അങ്ങോട്ടാവാം, എ അങ്ങോട്ടാവാം, ഏതാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ 7 പേഴ്സൺ ആർ ബിറ്റ്വീൻ എ ആൻഡ് ബി. സി തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി എന്നാണ് പറഞ്ഞത്. സി തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ബി. 2 പേഴ്സൺ ആർ സിറ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. സി ആൻഡ് എഫ്, സീൻ്റെ എഫിൻ്റെ ഇടയിൽ 2 ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞത്. ഇവിടെ നോക്കുമ്പോൾ സീൻ്റെ എഫിൻ്റെ ഇടയിൽ 2 ആൾ. ഇതാ ഞാൻ ഇവിടെ എഫ് എന്ന് എഴുതാൻ പറ്റും എനിക്ക്. ബി അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എഫ് എവിടെ വരുള്ളൂ? ഇതാ എഫ് ഇവിടെയല്ലേ വരുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണ് 2 പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അടുത്ത ഈ സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എ എന്നാണ് പറയുന്നത്. ഈ സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എ എങ്ങനെയാ? ഇങ്ങനെയല്ലേ വരിക? ഈ സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എ. ഡി സിറ്റിംഗ് ഫിഫ്ത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് ഇ. എങ്ങനെ വരിക? ഡി സിറ്റിംഗ് ഫിഫ്ത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് ഇ. നമ്മൾ ഇൻ്റെയും എയിൻ്റെയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് തന്നെ ഡീനെ വരച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഇൻഡ് പോലെ ഇതാണ്, നമ്മൾ സോൾവ് ചെയ്യുകയല്ല. അപ്പോൾ എന്താണ്? ഡി സിറ്റിംഗ് ഫിഫ്ത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് ഇ. എന്തുകൊണ്ടെന്നാൽ ഫസ്റ്റ് ലെഫ്റ്റ്, സെക്കൻഡ് ലെഫ്റ്റ്, തേർഡ് ലെഫ്റ്റ്, ഫോർത്ത് ലെഫ്റ്റ്, ഫിഫ്ത്ത് ലെഫ്റ്റ്. 10 പീപ്പിൾ ആർ സിറ്റിംഗ് ബിറ്റ്വീൻ ഡി ആൻഡ് ജി. ഡീൻ്റെയും ജീൻ്റെയും ഇടയിൽ എത്ര ആളുണ്ടെന്ന് പറയുന്നത്? 10 ആൾക്കാരുണ്ടെന്ന്. അപ്പോൾ ഈ ഹിൻസ് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വരയ്ക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ എഫിനെ നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം. പിന്നെ 2 ഗ്യാപ്പ് സീനെ അടയാളപ്പെടുത്തി, 2 ഗ്യാപ്പ് ബീനെ ഇവിടെ അടയാളപ്പെടുത്തി. ഇനി എന്താണ്? B7A ഉണ്ട്. അപ്പോൾ എന്താണ്? ഞാൻ ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്താമെന്ന് വിചാരിക്കുക. ബിയിൽ 7 കഴിഞ്ഞിട്ടുള്ളത് 1 2 3 4 5 6 7. അപ്പോൾ ഇവിടെ എ, ഇത് ഒരു പോസിബിലിറ്റി. വേറെ രണ്ടാമത്തെ പോസിബിലിറ്റി എന്താ? അതെങ്ങനെയാണ് വരയ്ക്കുക? രണ്ടാമത്തെ പോസിബിലിറ്റി വരയ്ക്കാനായിട്ട് ഇവിടെ തന്നെ നമ്മൾ എഫ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെന്താണ്? 2 ഗ്യാപ്പ് കഴിഞ്ഞിട്ട് സി എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 2 കഴിഞ്ഞിട്ട് ബി എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെന്താണ്? ഒന്നെങ്കിൽ ലെഫ്റ്റിലേക്ക് ആയിരിക്കുവേ, അല്ലെങ്കിൽ റൈറ്റിലേക്ക് ആയിരിക്കുവേ. അതെങ്ങനെ അടയാളപ്പെടുത്തുക? 1 2 3 4 5 6 7 എ അല്ലേ? 7 എ എന്നുള്ള അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 2 ടൈപ്പ് ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതാണ് നമ്മൾ ആകെ നോക്കിയത്? ഇത് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഈ 2 മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഇനി ബാക്കിയുടെ അടയാളപ്പെടുത്താം. എങ്ങനെയാ? എയിൻ്റെ റൈറ്റിൻ്റെ റൈറ്റ് ഏതാണ്? ഇ ആന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ എയിൻ്റെ റൈറ്റിൻ്റെ റൈറ്റ് ഇ ആണ്. ഇവിടെ നോക്കുമ്പോൾ എന്താണ്? നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇല്ല, എന്തുകൊണ്ടാണ്? എഫ് ആണുള്ളത് ഇവിടെ. അപ്പോൾ എന്തായി? ഇതെന്തായി? റോങ് ആയി. അപ്പോൾ നമ്മൾക്ക് വരാനുള്ള ചാൻസ് ഉള്ള ഏതാണ്? ഇത് മാത്രമേ വരാനുള്ളൂ. എയിൻ്റെ റൈറ്റിൻ്റെ റൈറ്റ് ഇ ആണെങ്കിൽ എങ്ങനെ വരയ്ക്കുക? ഈ ഇവിടെയല്ലേ വരയ്ക്കുക? റെഡിയാണോ? ഇനി എന്താണ്? എയിൻ്റെ ലെഫ്റ്റിൻ്റെ തേർഡ് ലെഫ്റ്റ് ഡി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. തേർഡ് ലെഫ്റ്റ് എങ്ങനെ വരയ്ക്കുക? ഇവിടെയാണ് വരയ്ക്കുക. അപ്പോൾ ഇതാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ്, ഇതും കൂടി നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി D10G എന്നാണ് പറയുന്നത്. D10G എങ്ങനെയാണ് വരയ്ക്കുക? D10G എന്നുള്ളത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഒന്നുകിൽ ഇങ്ങോട്ടും വരയ്ക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും വരയ്ക്കുക. അത് നമുക്ക് എന്താണ്, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും. എന്താണ്? 10 പീപ്പിൾ ആർ സിറ്റിംഗ് ബിറ്റ്വീൻ ഡി ആൻഡ് ജി ആൻഡ് ജി എന്താണ് ലെഫ്റ്റ് ഓഫ് ഡി എന്നും കൂടെ ഉണ്ടാവും. എന്താണ് ക്വസ്റ്റ്യനിൽ വിട്ടു പോയതായിരിക്കുക. അപ്പോൾ ജീനെ നമുക്ക് തൽക്കാലം എന്താണ് ഇങ്ങോട്ടും വരയ്ക്കുക, ഇങ്ങോട്ടും വരയ്ക്കുക. തൽക്കാലം ഞാനിതാ ഇപ്പോൾ ഇങ്ങോട്ട് വരയ്ക്കുക. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ നോക്ക്, ഡീനെ എങ്ങനെ വരയ്ക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡീൻ്റെയും ജീൻ്റെ ഇടയിൽ 10 ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്നെങ്കിൽ അങ്ങോട്ടേക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഉണ്ടാവാം. അതെങ്ങനെയാണ് നോക്കുക? ഞാൻ സപ്പോസ് ഇങ്ങോട്ടേക്കാണ് നോക്കുക എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 10 കഴിഞ്ഞിട്ട് ഡീനെ ഇടണം. അപ്പോൾ ഡി ഇത് എവിടെയാണുള്ളത്? ജീന് ഇടണം. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഇവിടെ ജി വരണം എന്ന് പറഞ്ഞത്. ഇവിടെ ഓൾറെഡി എഫ് ആണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുക? പിന്നെ ഇവിടേക്കായിരിക്കും വരയ്ക്കേണ്ടത്. അപ്പോൾ 1 2 3 4 5 ഇവിടെ ആയിട്ടുണ്ട്. ബാക്കി ഒരു 5 കൂടി വരച്ചിട്ട് ജി വരയ്ക്കണം. അപ്പോൾ 1 2 3 4 5 ഇവിടെ ജി വരും. ഇവിടെ നമുക്ക് സ്പേസ് ഇല്ലാണ്ടായി പോയതാണ്. അപ്പോൾ എന്താണ്, അവിടെ 5 വരച്ചിട്ട് ജിയും കൂടെ വരും. എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, ഹൗ മെനി പേഴ്സൺ ആർ ദർ എന്നാണ്. അപ്പോൾ എണ്ണാണെങ്കിൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 നയിക്കുക ആൻസർ കിട്ടുക. അപ്പോൾ എന്താണ്, നമ്മൾ ഈ രണ്ടാമത്തെ പസിൽ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്.
ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ 2 സെറ്റ് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത സെറ്റാണ് സെർട്ടൈൻ പീപ്പിൾ ആർ സിറ്റിംഗ് ഇൻ എ റോ ഫേസിങ് നോർത്ത് തന്നെയാണ്, നോർത്തിലേക്കാണ്. എത്ര പീപ്പിളാണെന്ന് പറഞ്ഞിട്ടില്ല. ബാക്കി എന്താണ് ഡി സിറ്റിംഗ് വൺ ഓഫ് ദ എൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മളിതാ ലൈന് വരച്ചിട്ടുണ്ട്. ചിലപ്പോൾ നീട്ടി അങ്ങ് വരയ്ക്കുക, ചിലപ്പോൾ എന്താണ് 10, 20, 25 ആൾക്കാരുണ്ടാകും. നീട്ടി ലൈന് വരച്ചേക്കുക. എന്താണ് ഡി എൻഡാന്ന് പറഞ്ഞിട്ടുണ്ട്, ഡി എൻഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് പറഞ്ഞ് ഈ സിറ്റിംഗ് സെക്കൻഡ് പൊസിഷൻ ഫ്രം ദ എൻഡ്. ഇപ്പോൾ ഈ എന്താണെന്ന് പറയുന്നത് സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, എൻഡ് എന്ന് സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡി എൻഡ് ആണെന്ന് പറഞ്ഞ് ഈ സെക്കൻഡ് പൊസിഷൻ ഫ്രം ദ എൻഡ്. 4 പീപ്പിൾ ആർ സിറ്റിംഗ് ബിറ്റ്വീൻ എൽ ആൻഡ് ജി. എൽ 4 ജി, 4 പീപ്പിൾ ബിറ്റ്വീൻ എൽ ആൻഡ് ജി. ജി സിറ്റിംഗ് അറ്റ് ദ 5th പൊസിഷൻ ഫ്രം ദ എക്സ്ട്രീം എൻഡ്. എന്താണ് ജി എന്താണെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം എൻഡിൽ നിന്ന് 5th. ജി എത്രയാണെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം എൻഡിൽ നിന്ന് 5th ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് എഫ് സിറ്റിംഗ് 3rd ടു ദ റൈറ്റ് ഓഫ് ഡി എന്നാണ് പറയുന്നത്. എഫ് സിറ്റിംഗ് 3rd ടു ദ റൈറ്റ് ഓഫ് ഡി. എങ്ങനെ വരയ്ക്കുക? എഫ് സിറ്റിംഗ് 3rd ടു ദ റൈറ്റ് ഓഫ് ഡി. ഡി ഈസ് എ നൈബർ ഓഫ് ഐ എന്നാണ് പറയുന്നത്. ഡി ഈസ് എ നൈബർ ഓഫ് ഐ. നൈബർ എങ്ങനെയാണ് 2 കുത്തിട്ടിട്ട് സൂചിപ്പിക്കുക. ചിലപ്പോൾ എന്താണ് ഐ ഡി ആവാം അല്ലെങ്കിൽ ഡി ഐ ആവാം, ഏതാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പിന്നെന്താണ് ഡി ഈസ് എ നൈബർ ഓഫ് ഐ. 2 പേഴ്സൺ ആർ സിറ്റിംഗ് ടു ദ റൈറ്റ് ഓഫ് ജെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൺലി 2 പേഴ്സൺ സിറ്റിംഗ് ഇൻ റൈറ്റ് ഓഫ് ജെ. അത് നമുക്ക് എന്തായാലും സിമ്പിളായിട്ട് അടയാളപ്പെടുത്താൻ പറ്റില്ലേ? അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കുക? ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇവിടെ 2 പേഴ്സൺ ആർ സിറ്റിംഗ് ബിറ്റ്വീൻ റൈറ്റ് ഓഫ് ജെ. ജെ ഇവിടേക്കും വരിക, ജെൻ്റെ റൈറ്റിലേക്ക് 2 ആൾക്കാർ, അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ആരുമില്ല. അപ്പോൾ ജെനെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ജെ ഹു ഈസ് സിറ്റിംഗ് ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് സി എന്നാണ് പറഞ്ഞത്. അപ്പോൾ സീനെ നമുക്ക് കിട്ടുമല്ലോ, ദാ സി ഇവിടെ ആയിരിക്കും വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തെന്താണ് എച്ച് സിറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ജി എന്നാണ് പറയുന്നത്. എച്ച് സിറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ജി. എങ്ങനെയല്ലേ വരയ്ക്കുക? അടുത്തതോ എച്ച് സിറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ജി. ബി സിറ്റിംഗ് ബിറ്റ്വീൻ എച്ച് ആൻഡ് ജി. എച്ചിൻ്റെയും ജിൻ്റെ ഇടയിൽ ബി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് എൽ ഈസ് എൻ ഇമീഡിയറ്റ് നൈബർ ഓഫ് ഐ. എൽ ഐൻ്റെ നൈബറാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എന്താണ് നമുക്ക് ഹിൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ടാണ് നമ്മളെന്താണ് ബാക്കി ആൻസർ ചെയ്യാൻ പോകുന്നത്. ഇനി എങ്ങനെയാണ് ചെയ്യുക? എവിടെ നിന്നാണ് തുടങ്ങുക? സിയും ജെയും ഏതെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ? നമുക്ക് സിയെ കുറിച്ചോ ജെയിനെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നോക്ക് ഡി എൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല ഡിൻ്റെ സെക്കൻഡ് 3rd റൈറ്റിൽ എഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡി എവിടെയാണ് വരിക? ഡിനെ നമുക്ക് എവിടെയാണ് വരയ്ക്കാൻ പറ്റുക? അതാ ഈ ലെഫ്റ്റ് എൻഡിലല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ അതിൻ്റെ റൈറ്റിലേക്ക് എഫ് ഉണ്ട്. അപ്പോൾ ഡീന് എന്താ ലെഫ്റ്റ് എൻഡിൽ വരച്ചിട്ടുണ്ട്. പിന്നെന്താണ് 2 എണ്ണം കഴിഞ്ഞിട്ട് എവിടെയാണ് എഫിനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ നമുക്ക് വെട്ടാം? ഇതും നമുക്ക് വെട്ടാം. പിന്നെ എന്താണ് ഡീനെ തൊട്ടടുത്തായിട്ട് ഐ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല ഐന് തൊട്ടടുത്തായിട്ട് എൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത ബാക്കിയുള്ള നോക്കിയാൽ മതിയല്ലോ. ഇനി എന്താണ് ജി 5th ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജി 5th ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ അവിടെ ആവാം, ഇവിടെ ആവാം. പിന്നെ എന്താണ് L4G എന്ന് പറഞ്ഞിട്ടുണ്ട്. L4G എന്ന് എങ്ങനെ അടയാളപ്പെടുത്തുക? L 1 ഉണ്ട്, 2, 3, 4 ജി ഇവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ജി 5th ആണെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്തായാലും 5th അല്ല. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോഴേ 5th ആവുള്ളൂ. ഇവിടെ ഓൾറെഡി 4 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഉണ്ടാകുമോ? ഇതിൻ്റെ ഇടയിൽ ആരും ഇല്ല നിലവിൽ. അപ്പോൾ എന്താണ് ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി ബാക്കിയുള്ള സോൾവ് ചെയ്താൽ പോരെ. പിന്നെന്താണ് HBG എന്നുള്ളതാണ്. അതെങ്ങനെയെങ്കിലും അടയാളപ്പെടുത്താൻ പറ്റുമോ? നോക്ക് ഇവിടെ എച്ചും ബിയും എന്തായാലും വരില്ല. അപ്പോൾ എച്ചും ബി എവിടെ വരുള്ളൂ? എച്ചും ബിയും ജിയും ഇവിടെ വരുള്ളൂ. അപ്പോൾ എന്തായി ഇതും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് L4G നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. L4G ജി 5th ആണെന്ന് പറഞ്ഞു കഴിഞ്ഞ് ഈ 2nd ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എവിടെയാണ്? ഈ ഇവിടെയാണ് അടയാളപ്പെടുത്തുക. അപ്പോൾ എന്തായി നമ്മൾ പറഞ്ഞതൊക്കെ നമ്മൾ എന്തായി അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ 2 എണ്ണം എന്താണ് ഗ്യാപ്പായി കിടക്കുന്നുണ്ട്. ഒന്നിവിടെ 2 എണ്ണം ഗ്യാപ്പായി കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൽ ഏത് വേണമെങ്കിലും വരാം. നമുക്ക് ഒരു ഹിൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ എന്താണ് വേക്കൻ്റ് ആയിട്ടും വരാം. അപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ് നമ്മൾ 3ാമത്തെ ക്വസ്റ്റ്യനും സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അൺസർട്ടൈൻ നമ്പറിൽ 3ാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ക്വസ്റ്റ്യൻ 1-ൽ കൂടുതൽ തവണ വായിക്കാൻ പാടില്ല. ആദ്യത്തെ തവണ വായിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ഇങ്ങനെ ഹിൻറ്റുകൾ എഴുതി വെക്കണം. അല്ലെങ്കിൽ പൂരിപ്പിക്കാൻ ഡയറക്റ്റായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് പോയിക്കോളുക. എന്നിട്ട് എന്താണ്
അല്ലെങ്കിൽ ഹിൻസ് എഴുതി വെച്ചിട്ട് ചെയ്ത് നോക്കുക. അല്ലാണ്ട് വെറുതെയും പിന്നെയും വായിച്ച് അല്ലെങ്കിൽ എന്താണ് ബൈഹാർട്ട് ചെയ്തിട്ട് ടൈമൊന്നും പോകാണ്ടിരിക്കുക, തെറ്റിപ്പോകാണ്ടിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എന്താണ് സം പീപ്പിൾ ആർ ഫേസിങ് സൗത്തും സം ആർ ഫേസിങ് നോർത്ത് എന്നാണ് ഉള്ളത്. അപ്പോൾ എന്താണ് നമുക്ക് ഇതുവരെയായിട്ട് നമ്മൾ യൂണി ഡയറക്ഷനിലുള്ള പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. നമ്മളെന്താണ് ബൈ ഡയറക്ഷൻ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യും. ചിലപ്പോൾ ഇത് കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതൊന്ന് നമ്മൾ ആദ്യം ചെയ്തു നോക്കുക. അപ്പോൾ സി സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ബി എന്നുള്ളത്. അപ്പോൾ ഈ ബൈ ഡയറക്ഷൻ അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ ഈ ടൈപ്പ് ഹിൻറ്റുകൾ എഴുതി വെക്കുമ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സി സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ബി, സി സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ബി ഇങ്ങനെയാണല്ലോ എഴുതുക സാധാരണയായിട്ട്. പക്ഷേ ഞാൻ എന്താണ് ഇപ്പോൾ ഒരു തൽക്കാലം ഒരു വട്ടം കൂടി ഇടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീനെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോഴാണ് സി ആവുന്നത്. ഇപ്പോൾ സപ്പോസ് ബി നോർത്ത് ആണെങ്കിൽ എന്താണ് സി ഇങ്ങനെയാണ് ഉണ്ടാകുക. സപ്പോസ് ബി സൗത്ത് ആണെങ്കിലോ സി ഇപ്പുറത്തേക്ക് ആയിരിക്കും ഉണ്ടാകുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താണ് അതങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് ബോത്ത് ആർ ഫേസിങ് ഓപ്പോസിറ്റ്, എന്താണ് ഓപ്പോസിറ്റ് ഒന്നും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് എഫ് സിറ്റിംഗ് ഫിഫ്ത്ത് ടു ദ റൈറ്റ് ഓഫ് എ, അതും അങ്ങനെ എഴുതി വെക്കുകയാണ്. എഫ് സിറ്റിംഗ് ഫിഫ്ത്ത് ടു ദ റൈറ്റ് ഓഫ് എ ആൻഡ് ഫേസിങ് നോർത്ത്. ഏതാണ് ഫേസിങ് നോർത്ത്? എഫ് ആണ് ഫേസിങ് നോർത്ത്. എഫ് സിറ്റിംഗ് ഫിഫ്ത്ത് ടു ദ റൈറ്റ് ഓഫ് എ ആൻഡ് ഫേസിങ് നോർത്ത്. അപ്പോൾ എഫിന് നമ്മൾ നോർത്ത് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്താണ് ജി സിറ്റിംഗ് അറ്റ് ദ 9th പൊസിഷൻ ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ്. ഓക്കെ, നമുക്കത് ഡയറക്റ്റ് അടയാളപ്പെടുത്തി കൂടെ. 9th പൊസിഷൻ ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് 1 2 3 4 5 6 7 8 9. അതേതാന്ന് പറഞ്ഞാൽ ജി ആണെന്ന് പറഞ്ഞത്. ജി സിറ്റിംഗ് 9th പൊസിഷൻ ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് ഫേസിങ് നോർത്ത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് എന്താണ് ഡി ഈസ് സിറ്റിംഗ് 3rd ടു ദ ലെഫ്റ്റ് ഓഫ് എച്ച് എന്നാണ് പറയുന്നത്. ഏതാണെന്ന് പറഞ്ഞാൽ ഡി 3rd ടു ദ ലെഫ്റ്റ് ഓഫ് എച്ച്. ഇങ്ങനെ അടയാളപ്പെടുത്തുക. ഇതിപ്പോൾ ഇതെന്താണ് അടയാളപ്പെടുത്തിയ നോർത്ത് ആണെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ഇത്, സൗത്ത് ആണെങ്കിൽ എന്താണ് അത് ഇതിനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഈ എച്ചിനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. എച്ചിൻ്റെ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് മാറും. അപ്പോൾ എന്താണ് ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ള ഡി സിറ്റിംഗ് 3rd ടു ദ ലെഫ്റ്റ് ഓഫ് എച്ചിൻ്റെ ബോത്ത് ആർ ഫേസിങ് ഓപ്പോസിറ്റ്. നേരത്തെ പോലെ തന്നെ ഇവിടെ ഓപ്പോസിറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഈ സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എഫ് എന്നാണുള്ളത്. അപ്പോൾ എഫ് ഇവിടെ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ ഇവിടേക്ക് ഉണ്ടാകുക. ഈ സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എഫ്, ഈ സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എഫ് ആൻഡ് ബോത്ത് ആർ ഫേസിങ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഈ എവിടേക്കും സൗത്തിലേക്കായിരിക്കും ഉണ്ടാകുക. ബി സിറ്റിംഗ് 10th ടു ദ റൈറ്റ് ഓഫ് ഡി എന്നാണ് പറയുന്നത്. ഏതാ ബി സിറ്റിംഗ് 10th ടു ദ റൈറ്റ് ഓഫ് ഡി. ഡീൻ്റെ 10th ടു ദ റൈറ്റ് ആണ് ഏതാണെന്ന് പറഞ്ഞാൽ ബി. ഓക്കെ, അത് ഞാൻ ഇങ്ങനെ എഴുതി. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്? ഡീൻ്റെ 10th ടു ദ റൈറ്റ് ഓഫ് ബി ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാ വട്ടിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്താണ് 10th ടു ദ റൈറ്റ് എന്ന് പകരം ഞാൻ ഇതാ 9 എന്ന് എഴുതി. 10th ടു ദ റൈറ്റ് എന്ന് പറയുമ്പോൾ എത്ര ആൾക്കാർ അതിൻ്റെ ഇടയിൽ ഉണ്ടാവും? എന്താണ് 9 ഉണ്ടാകുക. അതെങ്ങനെ വന്നേ? ഇപ്പോൾ സപ്പോസ് എ ഈസ് 3rd ടു ദ റൈറ്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ അല്ലേ അതിൻ്റെ ഇടയിൽ 2 ആൾക്കാരുണ്ടാകുക. ഫസ്റ്റ് റൈറ്റ്, സെക്കൻഡ് റൈറ്റ്, തേർഡ് റൈറ്റ്. മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യണേ. ബി ഈസ് 3rd ടു ദ റൈറ്റ് ഓഫ് എ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് റൈറ്റ് ഇതാണ്, സെക്കൻഡ് റൈറ്റ് ഇതാണ്, തേർഡ് റൈറ്റ് ഇതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എത്രയാണ്? 2 ആൾക്കാർ. അപ്പോൾ 10th ടു ദ റൈറ്റ് എന്ന് പറയുമ്പോൾ -1, 9 ആൾക്കാരാണ് അതിൻ്റെ ഇടയിൽ ഉണ്ടാകുക. അപ്പോൾ ഡി 10th ടു ദ റൈറ്റ് ഓഫ് ബി എന്ന് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെന്താണ് ആൻഡ് ബോത്ത് ആർ ഫേസിങ് ഓപ്പോസിറ്റ്, അതും എന്താണ് ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്പോസിറ്റ് ആണെന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എ ഈസ് അറ്റ് ദ എക്സ്ട്രീം ലെഫ്റ്റ് ഹാൻഡ്. ഇപ്പോൾ എന്താണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഓൾറെഡി ഇങ്ങനെ വരച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എ എന്തൊക്കെയും ഇവിടെ ഉണ്ടാകുക. എ അറ്റ് ദ എക്സ്ട്രീം ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് എച്ച് ഈസ് ദ റൈറ്റ് എക്സ്ട്രീം. എച്ച് എവിടെ? ഏറ്റവും റൈറ്റിൽ എവിടേക്ക് ഉണ്ടാകുക? അത് എച്ച് ആയിരിക്കും ഉണ്ടാകുക. ആൻഡ് ബോത്ത് ഫേസിങ് നോർത്ത്. അപ്പോൾ എൻഡിലുള്ള ആരാണ്? നോർത്ത് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടം വരെ എഴുതിയിട്ടുണ്ട്. ഇനി നോ സീറ്റ്സ് ആർ അവൈലബിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. എയും ബി എന്താണെന്ന് പറഞ്ഞാൽ അഡ്ജസൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ബി എവിടെ വരും? ബി ഇവിടെ വരും. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇതുവരെ കിട്ടിയ എല്ലാം നമ്മളെന്താണ് ഏകദേശം എന്താണ് ഹിൻ്റായിട്ടും പിന്നെ നമ്മളെന്താണ് ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലും ഏകദേശമൊക്കെ കുറച്ചൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് കണക്ഷൻ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ സംഭവം ഇതിൽ ഇല്ലാത്തതാണ്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പം എയും ബിയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നോക്ക് ബിൻ്റെയും ഡീൻ്റെയും ഇടയിൽ 9 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മുന്നേ ബിയും സിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സി എവിടെ വരുള്ളൂ? ഇവിടെ അല്ലേ വരുള്ളൂ. സി ഇവിടെ വരികയാണെങ്കിൽ ബീൻ്റെ ഡയറക്ഷൻ എവിടേക്കും? നോർത്തായിരിക്കും.
എന്തുകൊണ്ടാണ്? സപ്പോസ് ബി സൗത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സി എവിടേക്കായിരിക്കും? ബി സൗത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ സി എവിടേക്കാണ് വരിക? ഇവിടെയല്ലേ വരിക. എന്തുകൊണ്ടാണ്? ബീൻ്റെ സെക്കൻഡ് റൈറ്റിലാണ് എന്താണ് സി എന്ന് പറഞ്ഞത്. ബി സൗത്തിലേക്കാണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് റൈറ്റ് എവിടേക്കായിരിക്കും? ഇങ്ങോട്ടേക്കായിരിക്കും. അപ്പോൾ എന്താണ് അത് പോസിബിൾ അല്ലല്ലോ. അതുകൊണ്ട് എന്താണ് ബീൻ്റെ ഡയറക്ഷൻ നോർത്താണ്. അപ്പോൾ സീൻ്റെ ഡയറക്ഷൻ ഏതായിരിക്കും? ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞതിനെ കൊണ്ട് സൗത്ത് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഇനി ഏതാണ്? എ ഉണ്ട് 1 2 3 4 കഴിഞ്ഞിട്ട് എഫ് ഉണ്ട്. 1 2 3 4 കഴിഞ്ഞിട്ട് എഫിൻ്റെ ഡയറക്ഷൻ നോർത്താണ്. പിന്നെ ഇ ഉണ്ട്, ഇൻ്റെ ഡയറക്ഷൻ സൗത്താണ്. അപ്പോൾ ഇതും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജിൻ്റെയും എച്ചിൻ്റെയും ഇടയിൽ എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. അതവിടെ നിൽക്കട്ടെ. അടുത്ത ഡിയും എച്ചും ഉണ്ട്. ഡീനെയും എച്ചിനെയും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ? നോക്ക്, ഡീനെയും എച്ചിനെയും കണക്ട് ചെയ്യാൻ പറ്റും. 2 ഗ്യാപ്പിൽ ഡി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എച്ചിൻ്റെ ലെഫ്റ്റിലേക്ക്, പക്ഷേ ആ 2 ഓപ്പോസിറ്റാണ്. ഇവിടെ എച്ച് നോർത്ത് ആയതിനെ കൊണ്ട് ഡി എന്തായിരിക്കും? സൗത്ത് ആയിരിക്കും. അപ്പോൾ ഇതും നമ്മൾ കണക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് പറയുന്നത്? ഡീൻ്റെയും ബീൻ്റെ ഇടയിൽ 9 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യാം? നോക്ക്, 1 2 3 4 5 6 7 ആൾക്കാരെ ഇപ്പോൾ നിലവിലുള്ളൂ. അത് 9 ആക്കണമെങ്കിൽ ഇതാ ഇവിടെ 2 വരയും കൂടിയിട്ട് ഇപ്പോൾ എന്തായി? 9 ആയില്ലേ? നോക്ക്, 1 2 3 4 5 6 7 8 9. അത് കഴിഞ്ഞിട്ട് എന്തായി? ഡി ആയി എന്ന് പറഞ്ഞ്. ഏതിൻ്റെ? ഡീൻ്റെ 9 റൈറ്റിലേക്കാണ്, ഡീൻ്റെ 9 റൈറ്റിലേക്കാണ് ബി ഉള്ളത്. റെഡിയാണോ? അപ്പോൾ എന്തായി? നമുക്ക് ഏകദേശം എല്ലാത്തിൻ്റെയും ഡയറക്ഷനും കിട്ടിയിട്ടില്ലേ? നമ്മളെന്താണ് അൺസർട്ടൈൻ നമ്പർ എന്താണ് ഏകദേശം എന്താണ് ഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് നോർത്ത് സൗത്തും വന്നതിനെ കൊണ്ട് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് ഇതൊക്കെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് അൺസർട്ടൈൻ നമ്പറിൽ നോർത്ത് സൗത്ത് വരുന്നത് എന്താണ്? ചിലപ്പോൾ ഒരു RRB POൻ്റെ ക്ലർക്ക് RRB POൻ്റെ പ്രിലിംസ് ലെവലായിട്ടൊക്കെ ചോദിച്ച് കാണാറുള്ളതാണ്. പിന്നെ SBI PO ലെവലിൻ്റെ പ്രിലിംസിലൊക്കെയാണ് കാണാറുള്ളത്. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. എന്നാൽ എന്താണ് ഇത് കുറച്ച് സിമ്പിളാണ്. അപ്പോൾ ഇതെന്താണ് ബാക്കിയുള്ള പ്ലേസുകൾ എന്തായിരിക്കും? ചിലപ്പോൾ ഒന്നെങ്കിൽ വാക്കൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് ആളെ ഒന്നും ഫില്ല് ചെയ്യാൻ നമുക്ക് തരാത്തതായിരിക്കും. ചിലപ്പോൾ എന്താണ് ABCD ആൽഫബറ്റ്സ് അല്ലാണ്ട് വേറെ PQRST ഒക്കെ ഉണ്ടല്ലോ, അതേതെങ്കിലും ആയിരിക്കും. അതിനെക്കുറിച്ചൊന്നും നമുക്ക് ഹിൻഡ് തന്നിട്ടില്ല. നമുക്ക് തന്നത് മാത്രം നമ്മൾ ചെയ്താൽ മതി. അത് വെച്ച് ബേസ് ചെയ്തിട്ട് എന്തായി ആൻസർ ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ സപ്പോസ് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ബീൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആരാണെന്ന്. അപ്പോൾ ആരായിരിക്കും? നണ്ണ് എന്നൊക്കെ നമുക്ക് കൊടുക്കണ്ട. കാരണം ഇവിടെ ആരും എന്താണ് നമ്മളെ ഈ ക്വസ്റ്റ്യനിൽ പസിൽ സോൾവ് ചെയ്ത ക്വസ്റ്റ്യനിൽ എന്താണ് നമുക്ക് ആരും തന്നിട്ടില്ല, നണ്ണെന്നാണ്. പിന്നെ ഏതാണ് പറയുന്നത്? എച്ചിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആരാന്ന്. അപ്പോൾ അതിലാരാണ്? അങ്ങനെ ഒരാളില്ലല്ലോ. കാരണം എച്ച് എന്താണ്? എൻഡിലാണ്. അതുപോലെ തന്നെ എയും എൻഡിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഇതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ വരിക. നമ്മളെ അൾട്ടിമേറ്റ് എയിം എന്താണ്? പസിൽ സോൾവ് ചെയ്തിട്ട് പസിൽ എന്ന് പറഞ്ഞ സാധനം നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അല്ലാണ്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാനല്ല. ക്വസ്റ്റ്യൻസ് എന്തായാലും എന്താണ് നമുക്ക് മാർക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് പക്ഷേ എന്താണ് സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. കാരണം നമ്മളെന്താണ് ഇതുവരെ ഇപ്പോൾ പസിൽ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പിന്നെ ബാങ്ക് ബേസിക് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു കോഴ്സ് തുടങ്ങിയിട്ട് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് നമ്മളെന്താണ് പസിൽ നിർക്കുന്നത്. അത്രയും ദിവസം എന്താണ് നമ്മൾ ഓരോന്നിൻ്റെ ആയിട്ട് സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നോക്കിയിട്ട് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്താണ് ഇത്രയും പഠിച്ച ഒരാൾക്ക് ഈ ചെറിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പിന്നെ സോൾവ് ചെയ്യാനുള്ള ലോജിക്കൊക്കെ ഉണ്ടാകുമെന്ന് കരുതുന്നത്. അപ്പോൾ നമ്മളെന്താണ് ഇപ്പോൾ 3 ടൈപ്പ് പസിൽ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് എന്താണ് ലീനിയർ യൂണിഡയറക്ഷണൽ ലീനിയർ അറേഞ്ച്മെൻറ്റിലെ യൂണിഡയറക്ഷൻ എന്നുള്ള പസിലും, പിന്നെ സർക്കുലർ അറേഞ്ച്മെൻറ്റിലെ യൂണിഡയറക്ഷൻ എന്നുള്ള പസിലും, പിന്നെ അൺസർട്ടൈൻ നമ്പറുള്ള പസിലും നോക്കിയിട്ടുണ്ട്. അൺസർട്ടൈനുള്ള 2 ടൈപ്പ് നോക്കിയിട്ടുണ്ട്. ഒന്ന് യൂണിഡയറക്ഷനിലും ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ എന്താണ് ബൈ ഡയറക്ഷനിലുള്ളത് നോക്കിയിട്ടുണ്ട്. നമ്മളെന്താണ് പ്രിലിംസ് ലെവലാണ് ഇതൊക്കെ. എല്ലാവരും ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഇനി ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.